ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ എന്താ ഉണ്ടാക്കുന്നല്ലേ ആലോചിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൂൺ വരട്ടുന്നതാണ് കേട്ടോ. കൂണുണ്ടല്ലേ, മഷ്റൂം, അത് നമ്മൾ വഴറ്റിയിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പത്തൊരു ചട്ടി വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടോ, അതിലോട്ട് എണ്ണ നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ കടുക് ഇടുന്നുണ്ട് കേട്ടോ. ആവശ്യത്തിന് കടുക് ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത്ര അളവൊന്നും പറയാനും കഴിയില്ല. അപ്പോൾ കൈ കൊണ്ടാണ് ഇട്ടിടുന്നത്. കുറച്ച് കടുക് ഇട്ടു. അതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റല്ല ചെയ്തിട്ടുള്ളത്, ചെറുതാക്കി കട്ടാക്കി ഇതിലേക്കാണ്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇഞ്ചി വെളുത്തുള്ളിയും. പിന്നെ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട് കേട്ടോ. അയ്യോ, കൈ എന്താ അങ്ങനെ കാണിക്കുന്നത്? ഇങ്ങനെ വലത്തേ കൈ കൊണ്ട് തന്നെ അല്ല ഇടുന്നത്. എന്തോ ആട്ടെ. അപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയുള്ളി നന്നായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഇട്ടെടുത്തിട്ട് നല്ലപോലെ വഴറ്റുന്നു കേട്ടോ. നമ്മൾ നല്ലപോലെ വഴറ്റിയിട്ട് ഏകദേശം അത് ഏകദേശം നല്ലപോലെ വഴറ്റി വന്നതിന് ശേഷം നമ്മൾ മറ്റുള്ളതൊക്കെ ഇട്ടെടുക്കുന്നു കേട്ടോ. കാരണം എനിക്ക് ഉള്ളി നല്ല വഴറ്റി അതിലും മണം ഉണ്ടല്ലോ, നല്ലൊരു സ്മെല്ല് വരും. അങ്ങനെ ആവണം. അത് കുറേ ഉള്ളി എടുത്തിട്ടുണ്ടെങ്കിലും ഞാൻ വഴറ്റി വരുമ്പോൾ ഇച്ചിരി ആയിട്ടുണ്ടാവും അത്. കാരണം അത്രയും ഇതിൽ വഴറ്റിയെടുക്കണം എനിക്ക്. എന്നിട്ട് നമ്മൾ കിഴങ്ങ് ഇട്ടെടുക്കുന്നു. അതിലോട്ട് നമ്മൾ കിഴങ്ങൊക്കെ നല്ലപോലെ കുറച്ച് പാകത്തിന് വേവായതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ടെടുക്കുന്നു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ തക്കാളി നമ്മൾ ലാസ്റ്റ് ഇട്ടെടുക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ പറയുന്നത് കേട്ടിട്ടുള്ളത്. നമ്മൾ തക്കാളി ആദ്യം ഇട്ട് കൊടുത്താൽ മറ്റുള്ള കഷ്ണങ്ങൾ വേവാൻ പണിയാണത്രേ. അപ്പോൾ ഞാൻ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുത്തു. മഞ്ഞൾ, മല്ലി, മുളക് പൊടി, കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് മോന് കൊടുക്കാനുള്ളത് കൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ടെടുത്ത്. പിന്നെ നമ്മൾ മഷ്റൂം അത് ആഡ് ചെയ്തു. എന്നിട്ട് നല്ലപോലെ വഴറ്റി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ഗരം മസാല കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തു. പിന്നെ ഇറക്കാൻ നേരത്ത് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടോ. അപ്പോൾ നമ്മൾ കൂൺ വഴറ്റിയത് തയ്യാറായി. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അടിപൊളിയാണ് കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. വേണ്ടവർ ചെയ്ത് നോക്കുക.